ചിക്കൻ ജോയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക സാധനം ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ പനിക്കൂർക്ക. നമ്മുടെ നാട്ടിലൊക്കെ തൊടികളിൽ സുലഭമായി ലഭിക്കുന്ന സാധനമാണ് പനിക്കൂർക്ക. അത് വെച്ചൊരു ചാട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഇന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെ വരുമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം പനിക്കൂർക്കയൊക്കെ പറിച്ച് ഒന്ന് വെള്ളത്തിലൊക്കെ കഴുകി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒന്ന് പനിക്കൂർക്കയൊക്കെ ഒന്ന് പറിക്കില്ല. ഇവിടെ ഇഷ്ടംപോലെ പനിക്കൂർക്കയുണ്ട്. ഇത് നമ്മൾ ജലദോഷവും പനിയൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനമാണ്. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ പനിക്കൂർക്ക ചാട്ടുണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നേരത്തെ പറിച്ച പനിക്കൂർക്ക നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-20 പനിക്കൂർക്കേൻ്റെ ഇല ഉണ്ട്. അപ്പോൾ ഈ പനിക്കൂർക്കനെ കുറിച്ച് കൂടുതൽ ഇപ്പോൾ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ഒരേ കുട്ടികൾക്ക് ജലദോഷവും പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ നീരൊക്കെ എടുത്ത് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. സെയിം പനിക്കൂർക്ക തന്നെയാണ്. അപ്പോൾ അതിന് മുക്കിപ്പൊരിക്കാൻ ആവശ്യത്തിലുള്ള ബാറ്ററാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് കടലപ്പൊടിയാണ് ബേസായിട്ട്. ആ കടലപ്പൊടിയിലേക്ക് 2 ടീസ്പൂൺ കടലപ്പൊടിയും 1 ടീസ്പൂൺ അരിപ്പൊടിയും ഇട്ടിട്ടുണ്ട്. അരിപ്പൊടി എൻ്റെ അടുത്ത് വെളുത്ത അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചമ്പാവൂർ പുട്ടുപൊടിയാണ് യൂസ് ചെയ്തത്. അത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കരിഞ്ജീരകം, ഇന്ത്യയിലെ കലോഞ്ചി എന്ന് പറയും, കരിഞ്ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ നമുക്ക് കുറച്ച് അയമോദകം, അജ്വൻ സീഡും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു തിക്ക് ബാറ്ററാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ സ്പൈസിനെസ്സിന് മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു തിക്ക് ബാറ്റർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം തിക്ക് ബാറ്റർ നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാം. വെള്ളം കുറച്ച് ആഡ് ചെയ്താൽ മതി. അധികം വെള്ളമായി കഴിഞ്ഞാൽ അതിന് കോട്ടിങ് പ്രോപ്പറായി കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ബാറ്റർ ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അജ്വൻ സീഡും കരിഞ്ജീരകവും കുറച്ച് മുളക് പൊടിയും ഉപ്പുമൊക്കെ ആയിട്ടുള്ള ഒരു നല്ല ബാറ്റർ ഇവിടെ, തിക്ക് ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കുക. നമുക്ക് നമ്മളെ പനിക്കൂർക്ക ഇതിൽ ഇങ്ങനെ മുക്കിയെടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോ പനിക്കൂർക്ക എടുത്ത് മുക്കി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ സെയിം റെസിപ്പി ഉപയോഗിച്ച് നമുക്ക് പാലക്കം കൂടി ചെയ്യാവുന്നതാണ്. ഈ പനിക്കൂർക്കന് പകരം നമുക്ക് പാലക്കെടുക്കാം. നല്ല വീതിയുള്ള നല്ല പാലക്കെടുത്ത് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുക്കി പൊരിച്ച പനിക്കൂർക്കേൻ്റെ ഇല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്.
നമുക്കൊന്ന് മാറ്റാം. ഫസ്റ്റ് ബാച്ച് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഇലയും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, അത് നമ്മൾ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടറിയില്ല, അത്രയും ക്രിസ്പിയാണ്. ഇത് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പനിക്കൂർക്ക ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം, ഇത് അത്ര ക്രിസ്പിയാണെന്ന്. ഉണ്ടോ, ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ക്രിസ്പി വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചാട്ടിന് ആവശ്യമായിട്ടുള്ള ഗ്രീൻ ചട്നിയും ടാമറിൻ ചട്നിയും തൈരും ഒക്കെ ഇട്ട് നമുക്ക് ഇതിനെ ഒരു ചാട്ട് പരുവത്തിൽ ആക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതൊക്കെ പ്ലേറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ റെഡിമെയ്ഡ് ടാമറിൻ ചട്നിയാണ് മേടിച്ചത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ടാമറിൻ ചട്നിയുടെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർഡിലും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് റെഫർ ചെയ്ത് നിങ്ങൾക്ക് ടാമറിൻ ചട്നി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. വളരെ ഈസിയായി വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിന്ന് റെഡിമെയ്ഡ് ടാമറിൻ ചട്നി മേടിച്ചു തന്നുള്ളൂ. പിന്നെ ഇതാണ് ഗ്രീൻ ചട്നി. മിൻറ്റ് ലീവ്സും നമ്മുടെ കൊറിയാണ്ടർ ലീവ്സും സമാസമം എടുത്ത് ഒരു പച്ചമുളകും കുറച്ച് ചാട്ട് മസാലയും ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് മിക്സിയിൽ അടിച്ചെടുത്താണിത്. ഇതിലേക്ക് ഞാൻ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാണ്. കാരണം അടിച്ചെടുക്കുമ്പോൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാൻ പാടില്ല. കാരണം ലെമൺ ജ്യൂസ് ആഡ് ചെയ്താൽ ആ ഗ്രീനിഷ് കളറ് പോയി അതൊരു ബ്ലാക്കിഷ് കളറാകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അടിക്കുന്ന സമയത്ത് നാരങ്ങ ആഡ് ചെയ്തില്ല. ഞാനിപ്പോൾ നാരങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തു. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ ആഡ് ചെയ്തിരുന്നു, കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതൊക്കെ നമ്മുടെ പനിക്കൂർക്ക ഫ്രൈ ചെയ്ത് വെച്ചതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അസംബിൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പം ഫ്രൈ ചെയ്ത് വെച്ച പനിക്കൂർക്കയിലേക്ക് നമുക്ക് സ്വീറ്റ് യോഗേർട്ട്, ഈ യോഗേർട്ടിൽ നമ്മൾ തൈരിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് വെച്ചാണ്. അത് നമുക്കൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ടാമറിൻ ചട്നി കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഗ്രീൻ ചട്നി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുക. നല്ല കളർഫുള്ളായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ചാട്ട് മസാലയും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഒരു നുള്ളു ഗരം മസാല, ജസ്റ്റ് ഒരു സ്പൈസിനെസ്സിന് ഒരു മണത്തിന് വേണ്ടി മാത്രം. പിന്നെ അതിലേക്ക് മുളക് പൊടി. ഇപ്പോൾ നമ്മുടെ പനിക്കൂർക്ക ചാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു സാധനം കൂടി ഇടാൻ മറന്നുപോയി. നമ്മുടെ സേവ് ഭുജിയം കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പനിക്കൂർക്ക ചാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി റെസിപ്പിയാണ്. നമ്മളെ വീട്ടിൽ തന്നെ കണ്ടുവരുന്ന സാധനം. ജസ്റ്റ് കുറച്ചൊരു വേരിയേഷൻ ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വിഭവം പനിക്കൂർക്ക ബജി ചാട്ടെന്നോ പനിക്കൂർക്ക ചാട്ടെന്നോ അങ്ങനെ എന്ത് പേര് വേണമെങ്കിലും ഇടാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയായി വന്ന ഒരു ഡിഷാണ്. അപ്പം ഇതൊരു ചാട്ടിൻ്റെ വേരിയേഷനിൽ ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ തന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. പിന്നെ ബെൽ ബട്ടണും കൂടി അനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ
വ്യത്യസ്തമായ വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അതുവരെയും ഗുഡ് ബൈ.